ഇന്നലെ ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം ഗജേന്ദ്രമോക്ഷമായിരുന്നു കേട്ടോ. ഭഗവാൻ ഗരുഡന് പുറത്ത് ഇങ്ങനെ പറന്നിറങ്ങി വരികയാണ്. താഴെ ഗജേന്ദ്രനെ ചാർത്തിയിട്ടുണ്ട്. ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗജേന്ദ്രന് മോക്ഷം നൽകുന്ന ആ ഒരു ഗജേന്ദ്ര മോക്ഷമായിട്ടാണ് ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഭഗവാനാണെങ്കിലും ഗരുഡനാണെങ്കിലും ഗജേന്ദ്രനൊക്കെ വളരെ ചെറുതാണ്. നന്നായി സൂക്ഷിച്ചു നോക്കിയാലാണ് നമുക്ക് മനസ്സിലാകുക. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഭഗവാൻ ഇന്നലെ ഒരു തിരുമുടിമാല അത് നല്ല വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു തിരുമുടിമാല കാണുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിധാനമായിട്ടൊരു തുളസിമാല എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് വ്യക്തമല്ലായിരുന്നു. അപ്പോൾ ഒരു തിരുമുടിമാല കാണാനായിട്ട് സാധിച്ചത് തെച്ചി കൊണ്ട് കോർത്തിട്ടുള്ളതാണ് കേട്ടോ. മുഴുവനായിട്ടും തെച്ചിയിൽ കോർത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ കൂടുതലും തെച്ചിപ്പൂക്കളാണ് കോർത്തിരിക്കുന്നത്. തെച്ചി പിന്നെ വളരെ നേരിയ രീതിയിൽ കുറച്ച് വെളുത്ത പൂക്കൾ കണ്ടു. കുറച്ച് താഴേക്ക് എത്തിയപ്പോൾ കുറച്ച് തുളസിയും കൂടെ കണ്ടു. അത്രയേ ഉള്ളൂ. കൂടുതലും തെച്ചിയിലാണ് ആ മാല കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയിൽ തുളസിയുണ്ട്, താമരയുടെ ഇതിലുണ്ട്. അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കാം. നടുക്ക് നമ്മുടെ ഭഗവാനുണ്ട്. ഭഗവാൻ ഇരിക്കുന്നത് ഗരുഡന് പുറത്താണ്. പിന്നെ താഴെ ഒരു ഇടത്തെ ഭാഗത്തായിട്ട് ഗജേന്ദ്രനും ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് തുമ്പിക്കൈ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭഗവാനൊക്കെ നല്ല സുന്ദരനായിട്ടാണ് ഗരുഡന് പുറത്തിരിക്കുന്നത്. ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട്. ഭഗവാന്റെ പീലി തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. നെറ്റിയിലൊരു ഗോപി തിലകമുണ്ട്. പിന്നെ കാതുപൂക്കളുണ്ട്, ഗോപി തിലകമുണ്ട് കാതിൽ. തിലകം അതിന് താഴെയായിട്ടാണ് പൂക്കൾ. അപ്പോൾ നല്ല തിളക്കമുണ്ട് കാണാനായിട്ട്. ഭഗവാനൊക്കെ നല്ല പുഞ്ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. 3 മാലകൾ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ. ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെയും 2 മാല. പിന്നെ നടുക്കായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗോപി തിലകം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ 4 കൈകളുണ്ടല്ലോ, ചതുർബാഹുവായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതിലെല്ലാം കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല ചുവന്ന കസവുള്ള പട്ടാണ് കേട്ടോ ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നത്. ആ ചുവപ്പ് നിറത്തിലുള്ള പട്ടൊക്കെ നന്നായിട്ട് കാണാം. പിന്നെ ഗരുഡനാണെന്ന് നമുക്ക് മനസ്സിലാകും. അത്യാവശ്യം ഒരു വലുപ്പത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ഗരുഡനെ നല്ല ഭംഗിയിൽ കളഭം കൊണ്ട് ചാർത്തിയിരിക്കുന്നത്. ഗജേന്ദ്രനാണ് നല്ല ചെറുതായിട്ട് ഒരു കുഞ്ഞാനയായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. അത് കുറച്ച് താഴെയായിട്ടാണ്. അപ്പം നന്നായി ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആനയിനെയും കാണാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഗജേന്ദ്രമോക്ഷമായിരുന്നു ഇന്നലത്തെ അലങ്കാരം.